നമ്മളങ്ങനെ ജോഗ്രഫി മൂന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. നാലാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ആ ചാപ്റ്റർ പേരെന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ് ആണ് അല്ലെ. ലാൻഡ്സ്കേപ്പിനെ നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. ഭൂതലത്തെ, ഭൂമിയുടെ ഉപരിതലത്തെ നമ്മൾ വിശകലനം ചെയ്യുകയാണ് ത്രൂ മാപ്സ്, ഭൂപടങ്ങൾ വഴി. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഭൂപടങ്ങളിൽ കൂടി നമ്മൾ ഭൂമിയുടെ ഉപരിതലത്തിന്റെ എല്ലാ പ്രത്യേകതകളും മനസ്സിലാക്കുന്നു. അതാണ് ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ്. ലാൻഡ്സ്കേപ്പിനെ, ഭൂതലത്തെ നമ്മൾ മനസ്സിലാക്കുന്നു. സമയമില്ല, ഒരിടയ്ക്ക് 2 ആഴ്ചയായിട്ട് ക്ലാസ് വന്നില്ലായിരുന്നില്ലേ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇച്ചിരി ചില പ്രശ്നങ്ങൾ മൂലം ക്ലാസ് അപ്ലോഡ് ചെയ്യാനും ക്ലാസ് എടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഓക്കെ, ഞാൻ പെട്ടെന്ന് വരികയാണ്. ഈ മാപ്പിന്റെ അല്ലെങ്കിൽ ഭൂപടത്തിന്റെ നിർമ്മാണ രീതിയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? പുസ്തകം ആദ്യം ഒരു പാരഗ്രാഫ് പറയുന്നുണ്ട്, നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക, ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. ഞാനങ്ങ് വായിക്കുകയാണ് പുസ്തകം. The British realized that they ascertain power and collect the taxes in their colony only if they clearly understand the special geographical features of each of them. Geographical features each of them. The British realized that, ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി, ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച് ഇന്ത്യയിൽ കറക്റ്റായിട്ട് ടാക്സ് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഇന്ത്യയുടെ എല്ലാ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെ പറ്റിയും വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഓരോ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി, എത്രമാത്രം സ്ഥലമുണ്ടെന്ന് കണ്ടെത്തി, ഓരോ സ്ഥലത്തിന്റെയും പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിലാണ് ടാക്സ് നിശ്ചയിക്കുന്നത് അല്ലെ. ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഉദാഹരണം പറയുകയാണെങ്കിൽ പട്ടണങ്ങളിൽ അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ സിറ്റി, നല്ല വലിയ വലിയ നഗരങ്ങൾ, അവിടെയുള്ള ടാക്സ് ആയിരിക്കത്തില്ല ഗ്രാമപ്രദേശങ്ങളിൽ. അങ്ങനെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകതകൾ അനുസരിച്ചാണ് ടാക്സ് ചുമത്തേണ്ടത്. അങ്ങനെ അവർക്ക് ഇവിടെ ആധിപത്യം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ ഭൂമിശാസ്ത്രപരമായ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും അറിയേണ്ടതാണ് എന്ന് അവർക്ക് മനസ്സിലായി. പോയിന്റിലേക്ക് വരികയാണ്. This made them decided to conduct various surveys and prepare maps on their base. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ ധാരാളം സർവേ നടത്തി, ധാരാളം മാപ്പുകളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി, ഭൂപടങ്ങളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി. Accordingly, there are surveys, namely the tax survey, the topographic survey and the trigonometric survey. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ അല്ലെങ്കിൽ ഭൂതലത്തെ വ്യക്തമായി അറിയുന്നതിന് വേണ്ടി, ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അറിയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ സർവേ ഒക്കെ നടപ്പിലാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ സർവേ നടപ്പിലാക്കി. അതുപോലെ എന്താണ് ആ സർവേ പ്രധാനമായി 3ആയി തരംതിരിക്കാമെന്ന് പറഞ്ഞു. ടോപ്പോഗ്രാഫിക് സർവേ എന്നും, പിന്നെ അടുത്ത എന്താണ് പറഞ്ഞത്, ട്രിഗ്നോമെട്രിക് സർവേ എന്നും, ടാക്സ് സർവേ എന്നും. ടാക്സ് സർവേ, ടോപ്പോഗ്രാഫിക് സർവേ, ട്രിഗ്നോമെട്രിക് സർവേ. ഇവർ നടപ്പിലാക്കിയ 3 സർവേ, ടാക്സ് സർവേ, ട്രിഗ്നോമെട്രിക് സർവേ, ഒന്നുകൂടി ടോപ്പോഗ്രാഫിക് സർവേ. ഓക്കെ ആണല്ലോ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടപ്പിലാക്കാൻ പറയുകയാണ്. വലിയ കാര്യമില്ല. ദീസ് സർവേസ് ദാറ്റ് യുവർ ബിഗാൻ വിത്ത് ദ സ്റ്റുവർഷിപ്പ് ഓഫ് കേണൽ വില്യം ലാംപ്ടൺ ഇൻ 1802. പുസ്തകം വായിച്ചു നോക്കുകയാണ്. ഈ സർവേ ആദ്യമായിട്ട് തുടങ്ങിയത് 1802 വില്യം ലാംപ്ടൺ, കേണൽ വില്യം ലാംപ്ടൺ ആണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ പറ്റി വളരെ വ്യക്തമായി അറിയുന്നതിന് വേണ്ടി ഒരു സർവേ നടപ്പിലാക്കിയത്. 1802 അല്ലേ എഴുതിയിരിക്കുന്നത്, 1802, which took more than 15 years to be completed, were very accurate അല്ലെ. അവരുടെ പ്രൊഫഷണൽ സ്പിരിറ്റ്, അവരുടെ ഡെഡിക്കേഷൻ ഒക്കെ ആലോചിച്ചോണം. 50 വർഷത്തിലധികം നീണ്ടു നിന്ന ഈ സർവേയിൽ കൂടി വളരെ കൃത്യതയാർന്ന ഭൂതല വിശകലനം അവർ നടപ്പിലാക്കുകയുണ്ടായി. Several Indians were part of these surveys conducted through difficult terrains and hostile climate അല്ലെ. ഇതിന് വില്യം ലാംപ്ടനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ദുർഘടമായ പരിസ്ഥിതിയെയും ദുർഘടമായ കാലാവസ്ഥയെയും അതിജീവിച്ച് ആവശ്യം പോലെ ഇന്ത്യക്കാരും ഇതിനുവേണ്ടി വളരെയേറെ പരിശ്രമിച്ചു. ഇന്നത്തെ കാലഘട്ടമല്ല, ടെക്നോളജിയൊക്കെ വളരെ പിന്നിലായിരുന്നു. ആ ദുർഘടമായ പരിസ്ഥിതിയെയും അതിലും മോശമായ കാലാവസ്ഥയും അതിജീവിച്ചുകൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി, ഒരു സ്റ്റഡി നടത്തുന്നതിന് വേണ്ടി, ഭൂതലത്തെ വിശകലനം ചെയ്യുന്നതിന് വേണ്ടി വില്യം ലാംപ്ടൺ 1802 നടപ്പിലാക്കിയ ഈ സർവേയിൽ ധാരാളം ഇന്ത്യക്കാരും പങ്കെടുത്തിരുന്നു.
ഇതിനു വേണ്ടി ഇവർ കണ്ണ് കാണുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് നോക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടെറൈൻ ക്ലൈമറ്റ് ഇല്ലേ. അതിനുവേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഹെവി മെറ്റാലിക് സർവേ ഇൻസ്ട്രുമെന്റ് കാൾഡ് തിയോഡോലൈറ്റ് വിച്ച് വെയ്റ്റഡ് ½ a ton. തിയോഡോലൈറ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കുക. തിയോഡോലൈറ്റ് എന്ന് പറയുന്ന 1/2 ടണ്ണോളം വെയിറ്റ് വരുന്ന തിയോഡോലൈറ്റ് എന്ന ഉപകരണം ഉപയോഗിച്ച് ദുർഘടമായ പരിതസ്ഥിതികളെയൊക്കെ ഓവർകം ചെയ്താണ് ഇവർ നടപ്പിലാക്കിയത്. അടുത്തത് കേണൽ ജോർജ് എവറസ്റ്റ് ജോയിൻഡ് ആസ് ആൻ അസിസ്റ്റന്റ് ടു ലാംപ്ടൺ ഇൻ 1818. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ജോർജ് എവറസ്റ്റ് 1818 അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, വില്യം ലാംപ്ടണിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം വന്നു. ദിസ് വാസ് ദ ഫസ്റ്റ് സർവേ ദാറ്റ് റെക്കോർഡഡ് ദ കറക്റ്റ് മെഷർമെന്റ് ഓഫ് ദ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ്. അദ്ദേഹം കൂടി അസിസ്റ്റ് ചെയ്യാൻ വന്നതിന് ശേഷം, ആര്, ജോർജ് എവറസ്റ്റ് കൂടി വന്നതിന് ശേഷം 1818 നടപ്പിലാക്കിയ സർവേയിലാണ് ഹിമാലയൻ മലനിരകളുടെ ഉയരം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയത്. ആസ് എ ട്രിബ്യൂട്ട് ടു ജോർജ് എവറസ്റ്റ് ഹു ടുക്ക് അപ്പ് ദ സർവേ ആസ് ലാംപ്ടൺസ് സക്സസർ, ദ ഹൈസ്റ്റ് പീക്ക് ഇൻ ദ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് വാസ് നെയ്മഡ് ആസ് മൗണ്ട് എവറസ്റ്റ്. അല്ലേ? അപ്പോൾ ജോർജ് എവറസ്റ്റ് ഇതിനു വേണ്ടി വളരെ കൂടുതൽ പരിശ്രമിച്ചു. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഹിമാലയത്തിലെ ഉയർന്ന പർവ്വത നിരയ്ക്ക് മൗണ്ട് എവറസ്റ്റ് അദ്ദേഹത്തിന്റെ പേര് ചേർത്താണ് ഇട്ടത്. ദ ഫസ്റ്റ് ടോപ്പോഗ്രാഫിക് മാപ്സ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് were prepared after the completion of the survey in 1854. അല്ലേ? ഇന്ത്യയുടെ ടോപ്പോഗ്രാഫിക് മാപ്പ് ആദ്യമായിട്ട് എത്ര ശേഷമാണ് പ്രിപ്പയർ ചെയ്തത്? 1854 ശേഷം. ഓക്കെ ആണല്ലോ? ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചിടുക. നമ്മൾ ഇനി മെയിൻ പോയിന്റിലേക്ക് വരികയാണ്. ടോപ്പോഗ്രാഫിക് മാപ്പിലേക്ക് വരികയാണ്. നമ്മുടെ ടോപ്പിക്കിലേക്ക് നീങ്ങുകയാണ്. ടോപ്പോഗ്രാഫിക് മാപ്പ് എന്താണ്? ടോപ്പോഗ്രാഫിക് മാപ്പ് ധരാതലീയ ഭൂപടം എന്ന് പറയും. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യ ചോദ്യം, വാട്ട് ആർ ലാർജ് സ്കെയിൽ മാപ്സ്? മക്കളെ, ലാർജ് സ്കെയിൽ എന്ന് പറയുന്നത് എടുക്കുന്ന തോത് വലുതാണ്. വലുതായിട്ട് വരയ്ക്കും. വലുതായിട്ട് വരയ്ക്കാൻ ഒരിക്കലും വലിയ പ്രദേശങ്ങളെ പറ്റത്തില്ല, ചെറിയ പ്രദേശങ്ങളെ പറ്റൂ. ഇത് 8ാം ക്ലാസ്സിലെ സ്റ്റഡി ഓഫ് മാപ്സ് എന്ന് പറയുന്ന പാഠത്തിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇപ്പൊ ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത് ഒരു സ്മാൾ റീജിയണിനെ ലാർജ് ആയിട്ട് വരയ്ക്കാം. ഒരു വലിയ പ്രദേശത്തെ ആയാലും പിന്നെയും വലുതാക്കി വരയ്ക്കാൻ പറ്റത്തില്ല, അതിനെ ചെറുതാക്കി വരയ്ക്കാനേ പറ്റും. ഒരു ചെറിയ പ്രദേശമാണെങ്കിൽ ആ പ്രദേശത്തിന്റെ എല്ലാ പ്രത്യേകതകളും നമുക്ക് വലുതാക്കി ഉൾപ്പെടുത്താം. ഒരു വലിയ പ്രദേശമാണെങ്കിൽ ധാരാളം പ്രത്യേകതകൾ കാണും, അതെല്ലാം കൂടി ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പൊ ആദ്യ ചോദ്യം, വാട്ട് ആർ ലാർജ് സ്കെയിൽ മാപ്സ്? ഇത്രയേ ഉള്ളൂ. ലാർജ് സ്കെയിൽ മാപ്സ് ആർ പ്രിപ്പയർഡ് ബൈ ഇൻകോർപ്പറേറ്റിംഗ്, കൂട്ടിച്ചേർക്കുന്നു, മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓഫ് റിലേറ്റീവ്ലി സ്മാളർ ഏരിയാസ്, ചെറിയ പ്രദേശങ്ങളുടെ എല്ലാത്തരം പ്രത്യേകതകളും ഉൾപ്പെടുത്തി വലിയ തോതിൽ തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ മാപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കേണ്ടത് ലാർജ് സ്കെയിലിൽ വരയ്ക്കുന്നു, എടുക്കുന്ന സ്മാൾ റീജിയൺ ആയിരിക്കും. സ്മാൾ റീജിയണിനെ, ചെറിയ പ്രദേശങ്ങളെ വലുതാക്കി വരയ്ക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ. അപ്പൊ എട്ടി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ തോത് ഭൂപടങ്ങൾ എന്തായിരിക്കും? വലിയ പ്രദേശങ്ങളെ ചെറുതാക്കി നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഒന്നാമത്തെ ചോദ്യം കിട്ടിയല്ലോ. വാട്ട് ആർ ലാർജ് സ്കെയിൽ മാപ്സ്? ലാർജ് സ്കെയിൽ മാപ്സ് ആർ ഇൻകോർപ്പറേറ്റഡ് ഓൾ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓഫ് റിലേറ്റീവ്ലി സ്മാളർ ഏരിയാസ്. എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന, വലിയ തോതിൽ തയ്യാറാക്കുന്ന ചെറിയ പ്രദേശങ്ങളുടെ ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ. ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പോൾ നമ്മൾ ടോപ്പോഗ്രാഫിക് മാപ്പ് തുടങ്ങാൻ പോവുകയാണ് അല്ലെ? അപ്പൊ ലാർജ് സ്കെയിൽ മാപ്പ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തയിലേക്ക് നമ്മൾ പറയുന്നത്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ടോപ്പോഗ്രാഫിക് മാപ്സ്? ചോദ്യം ഇട്ടേക്കുക. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ടോപ്പോഗ്രാഫിക് മാപ്സ്? ധരാതലീയ ഭൂപടങ്ങളുടെ, ടോപ്പോഗ്രാഫിക് മാപ്സിന്റെ ധരാതലീയ ഭൂപടങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം ടോപ്പോഗ്രാഫിക് മാപ്പ് എന്താണെന്ന് അറിയാവുന്നതാണ്, എങ്കിലും നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. ടോപ്പോഗ്രാഫിക് മാപ്പ് ഡിപിക്ട്സ് ഓർ ഡിസ്ക്രൈബ് ഇൻ മൈന്യൂട്ട് ഡീറ്റെയിൽസ്, ഏറ്റവും ചെറിയ പ്രത്യേകതകൾ വരെ. എങ്ങനെയുള്ളത്? ഓൾ നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഫീച്ചേഴ്സ് ഓൺ ദ എർത്ത് സർഫസ്. എർത്ത് സർഫസിലെ, ഭൗമോപരിതലത്തിലെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓഫ് ഓൾ കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഫീച്ചേഴ്സ്. ഉള്ളതെന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ് ആയിട്ടുള്ളത്, മനുഷ്യനിർമ്മിതം. പോസ്റ്റ് ഓഫീസ്, റോഡ്, കെട്ടിടങ്ങള്, ആശുപത്രി, അതൊക്കെ കൾച്ചറൽ ഫീച്ചേഴ്സ് ആണ്. അതേസമയം നദി,
അല്ലെ, മലനിരകൾ, അതൊക്കെ എന്ന് പറഞ്ഞത് നാച്ചുറൽ ഫീച്ചേഴ്സ് ആണ്. അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള എല്ലാ കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന മാപ്പാണ് ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ അവസാനിക്കുന്നില്ല, ദീസ് മാപ്സ് കണ്ടെയ്ൻ, ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നെന്ന് ചോദിച്ചാല് ഇമ്പോർട്ടന്റ് സർഫസ് ഫീച്ചേഴ്സ് സച്ചാസ്, പ്രധാനപ്പെട്ട ഉപരിതല പ്രത്യേകതകൾ, ഭൂമിയുടെ ഉപരിതല പ്രത്യേകതകളായ അണ്ടുലേഷൻസ് ഓഫ് ദ ടെറൈൻ, അണ്ടുലേഷൻസ് ഓഫ് ദ ടെറൈൻ, ഒരു പ്രദേശത്തിന്റെ ഉയർച്ച താഴ്ചകൾ, നിമ്നോന്നതികൾ എന്ന് പറയത്തില്ലേ, നിരപ്പല്ലാത്ത എന്ന് വെച്ചാൽ എങ്ങനെയാണ് ആ പ്രദേശം കിടക്കുന്നത്, ഉയർച്ച താഴ്ചകൾ, അണ്ടുലേഷൻസ് ഓഫ് ദ ടെറൈൻ. പിന്നെന്താണ് മാപ്പ് കണ്ടെയ്ൻ അണ്ടുലേഷൻസ് ഓഫ് ദ ടെറൈൻ, റിവേഴ്സ്, നദികൾ, അതർ വാട്ടർ ബോഡീസ്, മറ്റ് ജലാശയങ്ങൾ, ഫോറസ്റ്റ്, കാട്, അഗ്രികൾച്ചറൽ ലാൻഡ്, കൃഷിനിലങ്ങൾ, ബാരൻ ലാൻഡ്, തരിശ് നിലങ്ങള്, വില്ലേജസ്, ഗ്രാമങ്ങൾ, ടൗൺസ്, പട്ടണങ്ങൾ, ആൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ. ദാറ്റ് മീൻസ് ഓൾ മൈന്യൂട്ട് കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ ടോപ്പോഗ്രാഫിക് മാപ്പ്. അപ്പോൾ ടോപ്പോഗ്രാഫിക് മാപ്പിൽ എന്തൊക്കെ വരുന്നെന്ന് പറഞ്ഞിരിക്കുന്നത്, ദീസ് മാപ്സ് കണ്ടെയ്ൻ ദ ഇമ്പോർട്ടന്റ് സർഫസ് ഫീച്ചേഴ്സ് സച്ച് ആസ് undulations of the terrain, rivers, other water bodies, forest, agricultural land, barren land, village, town, transport and communication system. അത്രയുമാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ചോദ്യം വാട്ട് ആർ ലാർജ് സ്കെയിൽ മാപ്പ്, രണ്ട് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ടോപ്പോഗ്രാഫിക് മാപ്സ്. അടുത്ത് നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്ത്യയിൽ കാണുന്നവർക്കൊന്നും ഈ ടോപ്പോഗ്രാഫിക് മാപ്പ് നിർമ്മിക്കുന്നതിനോ പ്രിപ്പയർ ചെയ്യുന്നതിനോ സെയിൽ ചെയ്യുന്നതിനുള്ള റൈറ്റ് ഇല്ല. നമുക്കാർക്കും ഈ ധരാതലീയ ഭൂപടം അല്ലെങ്കിൽ ടോപ്പോഗ്രാഫിക് മാപ്പ് നിർമ്മിക്കുകയോ വിൽക്കുവാനോ കഴിയില്ല. ബിക്കോസ് ഓഫ് നാഷണൽ സെക്യൂരിറ്റി കൺസേൺ, ദേശീയ സുരക്ഷ മുൻനിർത്തിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ശത്രു രാജ്യക്കാരുടെ കയ്യിൽ, തീവ്രവാദികളുടെ കയ്യിലൊക്കെ നമ്മുടെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്തിന്റെ മാപ്പ് കിട്ടിയാൽ അവർക്ക് ആ സ്ഥലത്തെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അവരുടെ കയ്യിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അടുത്ത ചോദ്യമാണ്, പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളതാണ്, വിച്ച് ഒഫീഷ്യൽ ഏജൻസി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ടോപ്പോഗ്രാഫിക് മാപ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ധരാതലീയ ഭൂപടം നിർമ്മിക്കുന്നതിനുള്ള ഔദ്യോഗിക ഏജൻസി ഏതാണ്? വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, സർവേ ഓഫ് ഇന്ത്യ ഈസ് ദ ഒഫീഷ്യൽ ഏജൻസി. ഏത് ഏജൻസിയാണ്? സർവേ ഓഫ് ഇന്ത്യ. ചില ചോദിക്കുകയാണ്, എന്തോ നമുക്ക് ഡൽഹിയുടെ മാപ്പ് ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നില്ല, അല്ലെ വിൽക്കാൻ കഴിയില്ല, എന്തുകൊണ്ട്? certain restrictions have been imposed on the use of topographic maps of strategic regions. തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെ ടോപ്പോഗ്രാഫിക് മാപ്പ് യൂസ് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഓവിംഗ് ടു ദ നാഷണൽ സെക്യൂരിറ്റി കൺസേൺസ്. എന്തുമൂലം? ദേശീയ സുരക്ഷ മുൻനിർത്തി. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ മെയിൻ യൂസസ് ഓഫ് ടോപ്പോഗ്രാഫിക് മാപ്സ്? ധരാതലീയ ഭൂപടങ്ങളുടെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്തെല്ലാം? ഒന്നാമത്തെ, അനാലിസിസ് ഓഫ് അല്ലെങ്കിൽ അനലൈസ് ഓഫ് ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ദ എർത്ത് സർഫസ്. ഭൗമോപരിതലത്തിലെ ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ്, ഭൗതികവും ഫിസിക്കൽ, കൾച്ചറൽ, സാംസ്കാരിക സംബന്ധവുമായ സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ അളന്നറിയുന്നതിന് ഒന്നാമത്തെ പോയിന്റ്. രണ്ട്, ഫോർ മിലിറ്ററി ഓപ്പറേഷൻസ് ആൻഡ് ദ പ്രിപ്പറേഷൻ ഓഫ് മിലിറ്ററി മാപ്സ്, അല്ലെ? എന്തിനു വേണ്ടിയാണ്? ഫോർ മിലിറ്ററി ഓപ്പറേഷൻസ്, സൈനിക നടപടികൾക്ക് വേണ്ടി സൈനിക ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിന്. മൂന്നാമത്തെ, ഐഡന്റിഫിക്കേഷൻ ആൻഡ് സ്റ്റഡിയിങ് ഓഫ് ദ നാച്ചുറൽ ആൻഡ് കൾച്ചറൽ റിസോഴ്സ് ഓഫ് എ റീജിയൻ ആസ് എ പാർട്ട് ഓഫ് എക്കണോമിക് പ്ലാനിങ്. ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിൽ നിന്നും അവിടുത്തെ കൾച്ചറൽ ആയിട്ടുള്ളതും നാച്ചുറൽ ആയിട്ടുള്ളതുമായ എല്ലാ ഫീച്ചേഴ്സും അറിയാം, എല്ലാ റിസോഴ്സിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ അടിസ്ഥാനത്തിൽ എക്കണോമിക് പ്ലാനിങ്, സാമ്പത്തിക ആസൂത്രണം, സാമ്പത്തിക വികസനം എങ്ങനെയായിരിക്കണം, ഇത് നടപ്പിലാക്കുന്നതിന് ടോപ്പോഗ്രാഫിക് മാപ്പ് സഹായിക്കുന്നു. അടുത്ത, ഫോർ അർബൻ പ്ലാനിങ്, ഒരു നഗരത്തെ എങ്ങനെ ആസൂത്രണം ചെയ്യണം, ഒരു നഗരം എങ്ങനെ വികാസം പ്രാപിക്കണം, അവിടെ ഏതൊക്കെ രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണ്ടത്, ഇതിനെപ്പറ്റി അറിയാൻ ആ പ്രദേശത്തിന്റെ ടോപ്പോഗ്രാഫിക് മാപ്പ് യൂസ് ചെയ്യാം. പിന്നെന്താണ്? ഫോർ അഗ്രികൾച്ചറൽ പ്ലാനിങ്, കാർഷിക മേഖലയെ എന്ത് ചെയ്യുന്നതിന് വേണ്ടി, കാർഷിക മേഖലയുടെ ആസൂത്രണത്തിന് വേണ്ടി, ഇങ്ങനെ എത്ര വേണ്ടി വേണേ എഴുതാം. ഒരു വേണം കൂടെ കൊടുക്കുക. ഫോർ ദ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഓഫ് എ റീജിയൻ, ഒരു പ്രദേശത്തിന്റെ സമഗ്ര വികസനത്തിന്. ഫോർ അഗ്രികൾച്ചറൽ പ്ലാനിങ്, ഇങ്ങനെയുള്ള നിരവധി പദ്ധതികൾക്ക് വേണ്ടി, അല്ലേ? നമുക്ക് എന്ത്? ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് റിസോഴ്സ് മാപ്പ് നമ്മൾ പറഞ്ഞു.
ഇങ്ങനെ പൊളിറ്റിക്കൽ എന്ത് മാപ്പ് തയ്യാറാക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? കാരണം ആ പ്രദേശത്തിന്റെ കൾച്ചറലായിട്ടുള്ളതും നാച്ചുറൽ ആയിട്ടുള്ളതുമായ എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുന്നു. സ്പീഡിലാണ് പറയുന്നതെന്ന് അറിയില്ല. അപ്പൊ അടുത്ത ചോദ്യം, വാട്ട് ആർ ദ മെയിൻ യൂസസ് ഓഫ് ടോപ്പോഗ്രാഫിക് മാപ്സ് ചോദിച്ചിട്ടുള്ളതാണ്. ആ യൂസസ് എല്ലാം ആ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കിടക്കുന്ന എടുക്കണം. അടുത്ത ചോദ്യം, ഹൗ ക്യാൻ വി റീഡ് എ ടോപ്പോഗ്രാഫിക് മാപ്പ്? ഒരു ധരാതലീയ ഭൂപടം നമുക്ക് എങ്ങനെ വായിക്കാം അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങളൊരു കാര്യം ആലോചിച്ചോണം. ഒരു ധരാതലീയ ഭൂപടം അല്ലെങ്കിൽ ഒരു ടോപ്പോഗ്രാഫിക് മാപ്പ് വായിക്കുന്നതിന് മനസ്സിലാക്കുന്നതിന് ടോപ്പോഗ്രാഫിക് മാപ്പ് റീഡ് ഓൺലി ത്രൂ തറോ നോളജ് ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഈസ് വെരി എസെൻഷ്യൽ അല്ലെ? വളരെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം, പ്രവൃത്തി ചെയ്തുള്ള പരിചയം വേണം, അതുപോലെ ഡീപ്പ് നോളജും വേണം. ഡീപ്പ് നോളജും വേണം, നോളജ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, ചെയ്ത് പരിശീലനവും കൂടി വേണം. അപ്പോൾ ടോപ്പോഗ്രാഫിക് മാപ്പ് ക്യാൻ ബി റീഡ് ഓൺലി ത്രൂ പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. ടോപ്പോഗ്രാഫിക് മാപ്സ് ക്യാൻ ബി റീഡ് ഓൺലി through proper training and practical experience. A thorough knowledge of the numbering scheme. ഇതിനെപ്പറ്റി എന്തൊക്കെ അറിയണം? thorough knowledge of numbering scheme, ഭൂപടം പിന്തുടരുന്ന നമ്പറിംഗ് സമ്പ്രദായത്തെ പറ്റി, ലൊക്കേഷണൽ ആസ്പെക്ട്, സ്ഥാനനിർണയത്തെ പറ്റി, കൺവെൻഷണൽ സൈൻ ആൻഡ് സിംബൽസ്, ധരാതലീയ ഭൂപടങ്ങളിൽ ഓരോ പ്രദേശങ്ങളും ചിത്രീകരിക്കുന്നത് ഓരോരോ ചിഹ്നങ്ങളും അടയാളങ്ങളും ഉപയോഗിച്ചാണ്. അങ്ങനെ ഭൂപടം പിന്തുടരുന്ന പരമ്പരാഗതമായ ചിഹ്നങ്ങളും അടയാളങ്ങളും വേണം. 8ാം ക്ലാസ്സിൽ പഠിച്ചാണ്. ചുമല നിറം അതാണെങ്കിൽ ജലാശയത്തെയാണ് അല്ലെ, കൾട്ടിവബിൾ ലാൻഡിന് ഏതാണ്, ബാരൽ ലാൻഡിന് ഏതാണ്, നമ്മൾ പറഞ്ഞാണെങ്കിൽ ഒന്നുകൂടെ പിന്നെ താഴെ വരുമ്പോൾ പറയും. ഇങ്ങനെ ഓരോ പ്രദേശങ്ങളുടെയും പ്രത്യേകതകൾ ചില അവസരങ്ങളിൽ ചില ചിഹ്നങ്ങളും ചില അടയാളങ്ങളും അല്ലെങ്കിൽ ചില ചായങ്ങളും അല്ലെങ്കിൽ ചില കളറുകളും ഒക്കെ ഉപയോഗിച്ച് കാണുന്നത്. ഇപ്പൊ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്പയർ ഇങ്ങനെ കൈവെക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്ത ഒരാൾ ഇന്ന് ഗോഷ്ഠി കാണിക്കുക എന്ന് പറയും. അപ്പോൾ ഓരോ സ്പോർട്സിനും അതിൻ്റെതായിട്ടുള്ള മാതൃകകൾ ഉള്ളതുപോലെ ഒരു ധരാതലീയ ഭൂപടം പിന്തുടരുന്ന ഒരാൾക്ക് അത് വായിക്കണമെന്നുണ്ടെങ്കിൽ, അതറിയണമെന്നുണ്ടെങ്കിൽ ഭൂപടം പിന്തുടരുന്ന പരമ്പരാഗതമായ ചിഹ്നങ്ങളും അടയാളങ്ങളും അറിയണം. എങ്ങനെയാണ് സ്ഥാനം നിർണ്ണയിക്കുന്നതെന്ന് അറിയണം. ഭൂപടത്തിലെ നമ്പറിംഗ് സമ്പ്രദായത്തെ പറ്റി അറിയണം. പിന്നെ അടുത്ത എന്താണ്? ദ എലിവേഷൻ ആൻഡ് സ്ലോപ്പ് ഓഫ് ദ ടെറൈൻ, ഒരു പ്രദേശത്തിന്റെ ചരിവ്, അതിന്റെ ഉയർച്ച, ചായ്വ് അതറിയണം. ആൻഡ് മെത്തേഡ്സ് ഓഫ് റെപ്രസെന്റേഷൻ, അതെങ്ങനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ദാറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ ദ പ്രിപ്പറേഷൻ ഓർ റീഡിംഗ് കോംപ്രിഹെൻഡിങ് വെരി എസെൻഷ്യൽ ഫോർ കോംപ്രിഹെൻഡിങ് ടോപ്പോഗ്രാഫിക് മാപ്സ്. ഇതൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിനെ പറ്റി, ടോപ്പോഗ്രാഫിക് മാപ്പ് നോക്കിക്കൊണ്ട് ഒരു സ്ഥലം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അല്ല നാടൻ ഭാഷയിൽ ഒരു ചൊല്ല് പറയുമല്ലോ, ആരാണ്ടിടയിൽ പൊതിക്കാത്ത തേങ്ങ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ അറിവുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ മാത്രമേ ഒരു മാപ്പ് കിട്ടിയോണ്ട് കാര്യമുള്ളൂ. അപ്പം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, ഡീപ്പ് നോളജ് വേണം, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം. എന്തിനെ പറ്റി? നമ്പറിംഗ് സ്കീമിനെ പറ്റി, ലൊക്കേഷണൽ ആസ്പെക്റ്റിനെ പറ്റി, കൺവെൻഷണൽ സൈൻ ആൻഡ് സിംബൽസിനെ പറ്റി, മെത്തേഡ്സ് ഓഫ് റെപ്രസെന്റേഷനെ പറ്റി, ഇല്ലേ? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റി അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ടോപ്പോഗ്രാഫിക് മാപ്പ് യൂസ് ചെയ്യാൻ കഴിയൂ. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, ഹൗ ക്യാൻ വി റീഡ് എ ടോപ്പോഗ്രാഫിക് മാപ്പ്? ആ ക്വസ്റ്റ്യൻസും കൂടെ അതിന്റെ കൂട്ടത്തിൽ അടുത്ത പാരഗ്രാഫ് കൂടെ ഇരിക്കണം. ടോപ്പോഗ്രാഫിക് മാപ്പ് ക്യാൻ ബി റീഡ് ഓൺലി ത്രൂ പ്രോപ്പർ തൊട്ട് കോംപ്രിഹെൻഡിങ് ടോപ്പോഗ്രാഫിക് മാപ്സ് വരെ. അത്രയും നിങ്ങളുടെ വായിച്ചു നോക്കിയാട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ലാർജ് സ്കെയിൽ മാപ്പ് എന്താണെന്ന് പറഞ്ഞു, ആ ക്വസ്റ്റ്യൻസ് എഴുതി. ടോപ്പോഗ്രാഫിക് മാപ്പ് എന്താണെന്ന് എഴുതി, ടോപ്പോഗ്രാഫിക് മാപ്പിന്റെ ഉപയോഗം എന്താണെന്ന് എഴുതി, ടോപ്പോഗ്രാഫിക് മാപ്പ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഏജൻസി സർവേ ഓഫ് ഇന്ത്യ ആണെന്ന് എഴുതി, അതെല്ലാവർക്കും നിർമ്മിക്കാൻ കഴിയില്ലെന്ന് എഴുതി. ടോപ്പോഗ്രാഫിക് മാപ്പ് ഉപയോഗിക്കണമെങ്കിൽ എന്തൊക്കെ കഴിവുണ്ടായിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത് നമ്മൾ പറയുന്നത്, അടുത്ത പാരഗ്രാഫ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അവരൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ 45D/10 എന്താണ്? ഒരു ചോദ്യമാണ്. ആ ചോദ്യം നമ്മൾ അതിന്റെ അടുത്ത പാരഗ്രാഫ് മുതൽ വേൾഡ് മാപ്പ് മുതൽ താഴെ എല്ലാം പഠിച്ചിട്ട് ഇത് ഓരോന്നും എന്താണെന്ന് ഞാൻ പറഞ്ഞു തരും. 45D/10 എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് സ്ഥലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതിലേക്ക് വരാം. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ 45D/10 അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് വേൾഡ് മാപ്പിനെ പറ്റിയും മില്യൺ ഷീറ്റിനെ പറ്റിയും ഡിഗ്രി ഷീറ്റിനെ പറ്റിയും മിനിറ്റ് ഷീറ്റിനെ പറ്റിയും അറിയാം. അപ്പൊ ആദ്യം നമുക്ക് വേൾഡ് മാപ്പിന്റെ പ്രിപ്പറേഷൻ, ലോക ഭൂപട നിർമ്മാണം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലോകത്തിലെ വിദഗ്ധന്മാരായ കാർട്ടോഗ്രാഫർമാരെല്ലാം കൂടി സമ്മേളിച്ചിട്ട്, കാർട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഭൂപട നിർമ്മാണമാണ്, ഭൂപട നിർമ്മാതാക്കളെല്ലാം കൂടെ സമ്മേളിച്ചിട്ട് ഒരു തീരുമാനമെടുത്തു. ലോകത്തിന്റെ മുഴുവൻ ഭൂപടം, ടോപ്പോഗ്രാഫിക് മാപ്പ്, ധരാതലീയ ഭൂപടം ചിത്രീകരിക്കണം.
ഈ ടോപ്പോഗ്രാഫിക് മാപ്പ് നിർമ്മിക്കുന്ന ഷീറ്റാണ് ടോപ്പോ ഷീറ്റ്. അപ്പൊ ലോകത്തെ മുഴുവൻ ഒരേ സൈസിലും ഒരേ ഷേപ്പിലുമായിട്ട് നിരവധി ടോപ്പോ ഷീറ്റുകളിലായിട്ട് ചിത്രീകരിക്കാൻ ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ലോകം മുഴുവൻ ചിത്രീകരിച്ചു കഴിയുമ്പോൾ അത് ലോക ഭൂപടമായിട്ട് മാറി. ആലോചിക്കണം, സെയിം സൈസ് ആൻഡ് സെയിം ഷേപ്പ്, ദ ഹോൾ വേൾഡ് പിക്ചറൈസ്ഡ് ഇൻ എ ഫ്ലാറ്റ് സർഫസ്. ദ ഹോൾ വേൾഡ്, ലോകം മുഴുവൻ പിക്ചറൈസ് ചെയ്യപ്പെടുന്നു ഒരു ഫ്ലാറ്റ് സർഫസിലേക്ക്. ഇൻ സെയിം സൈസ് ആൻഡ് സെയിം ഷേപ്പ്, ഒരേ സൈസിലും ഒരേ ഷേപ്പിലും. ഇതിനായിട്ട് എത്ര ഷീറ്റുകൾ വേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ 2222 ഷീറ്റ് റിക്വയർഡ് ഫോർ ദ ഹോൾ വേൾഡ് പിക്ചറൈസ്ഡ് ഇൻ ഫ്ലാറ്റ് സർഫസ്. 2222 ഷീറ്റുകൾ ആവശ്യമായി വന്നു വേൾഡിനെ മുഴുവൻ ഒരു ഫ്ലാറ്റ് സർഫസിലേക്ക് കൊണ്ടുവരുവാൻ. നിങ്ങളുടെ പുസ്തകം പറയുന്ന സെന്റൻസ് ഇങ്ങനെയാണ്: ടോപ്പോ ഷീറ്റ് ഫോർ ദ ഹോൾ വേൾഡ് ഹാവ് ബീൻ പ്രിപ്പയർഡ് ഇൻ സെവറൽ ഷീറ്റ്സ് ഓഫ് സെയിം സൈസ് ആൻഡ് ഷേപ്പ്. ഓക്കെ, the whole world is picturized 2222 sheet as follows. ഇപ്പൊ ലോക ഭൂപടം നിർമ്മിക്കുന്നതിന് 2222 ഷീറ്റുകളാണ് വേണ്ടി വന്നത്. അതെങ്ങനെയാണെന്നാണ് പറയുന്നതെന്ന് ചോദിച്ചാല് നിങ്ങൾ ആലോചിച്ചോണം. വെറുതെ വരയ്ക്കുന്നതേ ഉള്ളൂ. ഇത് നോർത്ത് ഹെമിസ്ഫിയർ ആണെന്ന്, ഇത് സദേൺ ഹെമിസ്ഫിയർ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതിൽ 60 ഡിഗ്രി വരെയുള്ള 60 ഡിഗ്രി വരെയുള്ള നോർത്ത് ആൻഡ് സൗത്ത് ലാറ്റിറ്റ്യൂഡ് ചിത്രീകരിക്കുന്നതിന് എന്ന് വെച്ചാൽ നോർത്തും വരും സൗത്തും വരും. ഈ 60 ഡിഗ്രി വരെയുള്ള ഭാഗങ്ങൾ ചിത്രീകരിക്കുന്നതിന് 1800 ഷീറ്റും 60 ഡിഗ്രി മുതൽ ഈ 88 ഡിഗ്രി വരെയുള്ള ഭാഗം ചിത്രീകരിക്കുന്നതിന് 420 ഷീറ്റും വേണ്ടിയുണ്ട്. പിന്നെ നോർത്ത് പോളും സൗത്ത് പോളും 2 ഷീറ്റ്. ഒന്ന് കൂട്ടി നോക്കി, 2 2. ഇങ്ങനെ 2222 ഷീറ്റുകളിലായിട്ട് ലോകം മുഴുവൻ ഒരു പരന്ന പ്രതലത്തിലേക്ക് ചിത്രീകരിക്കപ്പെട്ടു. ഇതിനെ പറയുന്ന പേരാണ് വേൾഡ് മാപ്പ്. ഒരു ക്വസ്റ്റ്യൻ ആൻസർ മോഡലിൽ ഞാൻ ആദ്യം എന്റെ ഐഡിയ പറയുന്നു, എന്നിട്ട് പുസ്തകം പറയുന്ന പോലെ പറയുന്നു. The topo sheet for the whole world have been picturized in several sheets in same size and same shape. It required 2222 sheets as follows. 1800 sheet required for 60 degree north and south latitude. 60 degree to 88 degree north and south latitude required 422 sheet. Both poles require 2 sheet. Total 2222 sheet. The world picturized in a flat surface. ലോകത്തെ മുഴുവൻ ഒരു പരന്ന പ്രതലത്തിലേക്ക് ചിത്രീകരിക്കുവാൻ 2222 ടോപ്പോ ഷീറ്റുകൾ വേണ്ടി വന്നു. 0 ഡിഗ്രി മുതൽ 60 ഡിഗ്രി വരെയുള്ള ഉത്തര ദക്ഷിണാർത്ഥ ഭാഗങ്ങളെ ചിത്രീകരിക്കുവാൻ 1800 ഷീറ്റും 60 ഡിഗ്രി മുതൽ 88 ഡിഗ്രി വരെയുള്ള ഉത്തര ദക്ഷിണാർത്ഥ ഭാഗങ്ങളെ ചിത്രീകരിക്കുവാൻ 420 ഷീറ്റും 2 ധ്രുവ നോർത്ത് പോള് സൗത്ത് പോൾ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ചിത്രീകരിക്കാൻ 2 ഷീറ്റുകളും. അങ്ങനെ 2222 ഷീറ്റുകളിലായി ലോകം മുഴുവൻ ഒരു പരന്ന പ്രതലത്തിലേക്ക് ചിത്രീകരിക്കപ്പെട്ടു. ഇതിനെ ലോക ഭൂപടം അല്ലെങ്കിൽ വേൾഡ് മാപ്പ് എന്ന് പറയുന്നു. നോക്കിക്കോ, ടോപ്പോ ഷീറ്റ് ഫോർ ദ ഹോൾ വേൾഡ് ഹാവ് ബീൻ പ്രിപ്പയർഡ് ഇൻ സെവറൽ ഷീറ്റ്സ് ഓഫ് സെയിം സൈസ് ആൻഡ് ഷേപ്പ്. ദ ഹോൾ വേൾഡ് ഈസ് പിക്ചറൈസ്ഡ് ഇൻ 2222 ഷീറ്റ് ആസ് ഫോളോസ്. There are 1800 sheets for region between 60 degree north and south latitudes. അടുത്ത സെന്റൻസ് 420 sheet for region between 60 degree and 88 degree latitudes in both hemispheres. 2 ഹെമിസ്ഫിയറിലെയും 60 ഡിഗ്രി മുതൽ 88 ഡിഗ്രി വരെ ചിത്രീകരിക്കാൻ 420 ഷീറ്റും. ആൻഡ് 2 ഷീറ്റ് ഫോർ ബോത്ത് പോൾസ്. 2 ഷീറ്റുകൾ, 2 നോർത്ത് പോളിനും സൗത്ത് പോളിനും 2 ഷീറ്റും. അത്രയും കൂടെ എഴുതുമ്പോഴാണ് പ്രിപ്പറേഷൻ ഓഫ് വേൾഡ് മാപ്പ്, ലോക ഭൂപടം. ഇപ്പൊ ചോദ്യം, വാട്ട് ആർ ദ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ വേൾഡ് മാപ്പ്, എന്നിട്ട് ടോപ്പോ ഷീറ്റ് ഫോർ ദ ഹോൾ വേൾഡ് തൊട്ട് ബോത്ത് ദ പോൾസ് വരെയാണ് അതിന്റെ ആൻസർ. അത്രയും കൂടെ നോക്കിയായിട്ട്